വർഷങ്ങളുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. CPM സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI കേരളത്തിൽ ഒരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണെന്നും CPM നേതൃത്വം ഇടപെട്ട് SFIയെ പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ കേരള സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള KSU പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചു. അവരെ രക്ഷിക്കാനെത്തിയ പോലീസിനെയും മർദ്ദിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് പുലർച്ചെ എറണാകുളം ബാർ അസോസിയേഷൻ പ്രവർത്തകർ അവരുടെ വാർഷിക ആഘോഷത്തിന് തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം ഒരു സംഘം SFIക്കാർ മുഴുവൻ കഴിച്ച ശേഷം അവിടെയുണ്ടായിരുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ചു. വാർഷികം നടക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറിയ സംഘം ബഹളമുണ്ടാക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കൂട്ടടിയായി. അഭിഭാഷകർ ഉൾപ്പെടെ 10ഓളം പേർ ആശുപത്രിയിലാണ്. എറണാകുളത്ത് നടന്നത് രാഷ്ട്രീയ സംഘർഷമല്ല. പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന അഭിഭാഷകരിൽ CPM അനുകൂല ലോയേഴ്സ് യൂണിയന്റെ നേതാക്കളുമുണ്ട്. എന്തൊരു സാമൂഹിക വിരുദ്ധ പ്രസ്ഥാനമാണ് SFI എന്നും പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കളമശ്ശേരിയിൽ പോളിടെക്നിക്കിലും ഉൾപ്പെടെ എവിടെ മയക്കുമരുന്ന് പിടിച്ചാലും അതിൽ SFIക്കാരുണ്ടാകും. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിലും കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ശരീരം കോമ്പസ് കൊണ്ട് കുത്തിക്കീറി ഫെവിക്കോൾ ഒഴിച്ച സംഭവത്തിലും ഉൾപ്പെടെ എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഈ വിദ്യാർത്ഥി സംഘടനയാണ്. SFIയെ CPM കൈറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന്റെ കണ്ണിയായി SFI മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി പുതിയൊരു തലമുറയെ CPM ക്രിമിനലുകളാക്കി മാറ്റുകയാണ്. ഈ നടപടിയിൽ നിന്നും CPM ദയവ് ചെയ്ത് പിന്മാറണം. സ്വന്തം സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളോട് നശിച്ചു പോകരുതെന്നും CPM പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് നഗരസഭയുടെ കെട്ടിടത്തിന് RSS നേതാവിന്റെ പേരിടുന്ന വിഷയത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ശക്തിയായി പ്രതികരിക്കും. അഹമ്മദാബാദ് ഉൾപ്പെടെ എല്ലായിടത്തും ഇതാണ് നടക്കുന്നത്. അഹമ്മദാബാദിൽ ഗാന്ധിജിയുടെ സ്മാരകത്തേക്കാൾ BJP കൂടുതൽ സംരക്ഷിക്കുന്നത് സവർക്കർ കിടന്ന ജയിലിനെയാണ്. ചരിത്രം തിരുത്തിയെഴുതാൻ ശ്രമിക്കുകയും സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിയ അഞ്ചാപത്തികളെ രാഷ്ട്ര നേതാക്കളായി ആദരിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് സംഘ് പരിവാർ. ഈ ഫാസിസ്റ്റ് സംഘടനയെ എല്ലാവരും ചേർന്ന് എതിർക്കണം. എന്നാൽ അവർ ഫാസിസ്റ്റും നവഫാസിസ്റ്റും അല്ലെന്ന് പറഞ്ഞ് CPM അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ച തീരുമാനം ഉചിതമായ സമയത്ത് ദേശീയ നേതൃത്വം കൈക്കൊള്ളും. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെയും KPCC അധ്യക്ഷനെയും ദയവ് ചെയ്ത് മാധ്യമങ്ങൾ തീരുമാനിക്കരുത്. അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.